കഴിഞ്ഞ തവണ വോട്ട് ചെയ്തത് 73.71%. 1,42,104 പേരാണെങ്കിൽ ഇത്തവണ 1.5 ലക്ഷം കടക്കും പോളിംഗ് എന്നാണ് ഇന്നിപ്പോൾ സ്ഥാനാർത്ഥികൾ പറയുന്നത്. ഇപ്പോൾ ഇക്ബാൽ നമുക്കൊപ്പം ചേരുന്നുണ്ട്. AMSB സ്കൂൾ ബൂത്ത് നമ്പർ 177, 179 കണ്ണാടി പഞ്ചായത്തിലാണ് ഇക്ബാൽ ഉള്ളത്. ഇക്ബാൽ, കണ്ണാടി, മാത്തൂർ, പിരായിരി 3 പഞ്ചായത്തുകളിലും CPM-ഉം UDF-ഉം വലിയ പ്രതീക്ഷകൾ വെച്ചു പുലർത്തുന്ന പഞ്ചായത്തുകളാണ്. പ്രത്യേകിച്ച് കണ്ണാടി പഞ്ചായത്തിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ ബൂത്തിൽ ഈ ആവേശമൊക്കെ കാണുന്നുണ്ടോ? രാവിലെ തന്നെ മോക്ക് പോളിന് ശേഷം വോട്ടർമാർ വരി നിന്ന് തുടങ്ങിയോ? അരുൺ, വെരി ഗുഡ് മോർണിംഗ്. മറ്റ് ഒരു ബൂത്തിലും ഇല്ലാത്ത രീതിയിൽ ഒരു സവിശേഷത ഈ ബൂത്തിലെ ഒരു വോട്ടർക്കുണ്ട്. 4 മണിക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി ഈ പോളിംഗ് ബൂത്തിലേക്ക് എത്തിയതാണ്. ഞാനിപ്പോൾ ഉള്ളത് AMSB സ്കൂളിലെ 179 നമ്പർ ബൂത്തിലാണ്. ഏട്ടൻ്റെ പേരെന്താ? എൻ്റെ പേര് അരവിന്ദാക്ഷൻ. എത്ര മണിക്ക് എത്തി ഇവിടെ? ഞാൻ 4 മണിക്ക് മുമ്പേ വന്ന് ഇവിടെ എത്തി. 3 മണിക്ക് വീട്ടിൽ നിന്ന് വന്നു, 4 മണിക്ക് ഇവിടെ വന്ന് ഇരിക്കാൻ തുടങ്ങി. എപ്പോഴും തന്നെ എല്ലാ തെരഞ്ഞെടുപ്പും ഇല്ല, ഈ ഞാൻ വോട്ട് ചെയ്യാൻ തുടങ്ങിയവർക്ക് ഞാനാണ് ആദ്യത്തെ ഇവിടുത്തെ വോട്ട്. ഒരുപാട് വോട്ടായി. ഓ, എവിടെ വീട്? എവിടെ വീട്? ഇതാ വീട്ട് കാശ്ശേരി ഉപ്പുംപാടം. ഉപ്പുംപാടത്ത്. ആദ്യം തന്നെ വോട്ട് ചെയ്യാൻ വേണ്ടി വന്ന? അല്ല, എല്ലാ ഇലക്ഷനും ഞാൻ തന്നെ ഇവിടെ വന്നിരിക്കുക. അത് എല്ലാവർക്കും അറിയും. അരവിന്ദാക്ഷന് ഹൃദയത്തിൽ നിന്നൊരു ജയ് കൊടുത്തു. അരവിന്ദാക്ഷൻ ചേട്ടൻ 4 മണിക്ക് ബൂത്തിൽ വന്നിരിക്കുകയാണ്. കല്യാണിക്കുട്ടിയമ്മ ചേച്ചി വന്നത് 6:11 അരവിന്ദാക്ഷൻ ചേട്ടൻ 4 മണിക്ക് വോട്ട് ചെയ്യാനായിട്ട് 3 മണിക്ക് വീട്ടിൽ നിന്നിറക്കി പോകാൻ എത്തിയതാണ്. ഒരിക്കലും ആ സമയത്ത് ബൂത്തിലെ ഉദ്യോഗസ്ഥന്മാർ പോലും എഴുന്നേറ്റുണ്ടാവില്ല. ആ സമയത്ത് 84 വയസ്സായി. അടിപൊളി. 84 വയസ്സായി അരുൺ. തെരഞ്ഞെടുപ്പിലെല്ലാം പങ്കെടുത്ത വ്യക്തിയാണ് അരവിന്ദാക്ഷൻ ചേട്ടൻ. ആ പോൾ ചെയ്യാനായിട്ട് വോട്ട് രേഖപ്പെടുത്താനായിട്ട് രാവിലെ 4 മണിക്ക് പോളിംഗ് ബൂത്തിലെത്തി കാത്തു നിൽക്കുന്ന കാഴ്ചയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കണ്ടത്. കല്യാണിക്കുട്ടിയമ്മ 6:11 ആകുമ്പോൾ എത്തിയെങ്കിൽ അരവിന്ദാക്ഷൻ ചേട്ടൻ 4 മണിക്ക് തന്നെ പോളിംഗ് ബൂത്തിലെത്തിയിട്ടുണ്ട്. ഇപ്പോൾ പറയൂ, വലിയൊരു ക്യൂ രൂപപ്പെട്ടിട്ടുണ്ടോ അവിടെ? അരുൺ, തീർച്ചയായും വലിയ ആവേശമായിട്ടുള്ള തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ കണ്ണാടി പഞ്ചായത്ത്. 3 മുന്നണിക്കും വലിയ രീതിയിൽ അവർ പ്രതീക്ഷ വെക്കുന്ന ഒരു പഞ്ചായത്താണ്. ഇവിടെ ഞാനുള്ള 179 ബൂത്തിൽ ഇതൊരു പ്രശ്നബാധിത ബൂത്തൊക്കെ ആയിട്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനും അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടവും കാണുന്നത്. പക്ഷേ അത്തരത്തിലൊരു പ്രശ്നങ്ങളൊന്നുമില്ല. എല്ലാവരും വളരെ ഹാപ്പിയായി ശാന്തമായി തന്നെ വോട്ട് ചെയ്യാൻ വേണ്ടി രാവിലെ മുതൽ തന്നെ നിൽക്കുന്നത് അല്ലേ? ഒരു പ്രശ്നമില്ല അവിടെ. എപ്പോഴും ഇല്ല സാധാരണ ആവേശമുള്ള പിന്നെ വലിയ കാര്യമല്ലേ വളരെ. അരുൺ, പുതിയ ജനറേഷനിലെ ആളുകളും കൂടി നമ്മൾ ആദ്യത്തെ വോട്ടാണ്. പുതിയ ജനറേഷൻ ഒന്നുമല്ല. 34 വയസ്സായി. അറിയില്ല ആർക്ക് വോട്ട് ചെയ്തിട്ടും കാര്യമൊന്നുമില്ല. ചെയ്യേണ്ടതെന്ന് വോട്ട് ചെയ്യാം, അത്രേ ഉള്ളൂ. എന്നാലും വോട്ട് ചെയ്യണം എന്നുള്ള തീരുമാനം. വോട്ട് ചെയ്യണം, അത്രേ ഉള്ളൂ. റിസൾട്ട് എന്താണെന്നൊന്നും അറിയില്ല. മൊത്തത്തിൽ എന്താ പറയുക, നമ്മുടെ ഇപ്പോഴുള്ള ഒരു പഴയ കാലത്തുണ്ടായിട്ടുള്ള ഒരു ആവേശമൊന്നും ഇപ്പം ഇല്ല. പിന്നെ പാർട്ടിക്കാരെന്ന് വെച്ചാൽ അവർ തോന്നിയതിലേക്ക് കയറുക. അവർ സ്വന്തമായിട്ടുള്ള ഒരു നിലപാടൊന്നും ആർക്കും ഇല്ല. നമുക്ക് നിലപാടുണ്ട്, അതിൽ കാണിക്കും, സ്വാഭാവികമായിട്ടും കാണിക്കും. ഇപ്പോൾ ലീഡർമാർ അവർ ഒന്ന് വളർന്നു വരുന്ന സമയത്ത് അവർക്ക് ഏതിലാണ് ബെനിഫിറ്റ് കിട്ടുന്നത് അതിലേക്ക് മാത്രം മാറുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാവുന്നത്. പക്ഷെ മാറി നിൽക്കാതെ നമ്മൾ നമ്മുടെ നിലപാട് വോട്ട്. അത് ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ നമ്മൾ ചെയ്യേണ്ട നമ്മുടെ സംവിധാന ആവശ്യം നമ്മൾ നിർവഹിക്കണം. 34 വയസ്സുള്ള ഒരു എല്ലാവരും ചെയ്യേണ്ട ചെറുപ്പക്കാരൻ, 84 വയസ്സുള്ള അരവിന്ദാക്ഷൻ, 70 പിന്നിട്ട നമ്മുടെ കല്യാണിക്കുട്ടിയമ്മ രാവിലെ പോളിംഗ് ബൂത്തിൽ എത്തി നിൽക്കുന്നവരുടെ വോട്ടർമാരുടെ ഒരു കാഴ്ചയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, നമ്മുടെ ഫ്രെയിമിലുള്ള മിക്കവാറും ബൂത്തുകളിലെല്ലാം തന്നെ വോട്ടർമാരുടെ നീണ്ട നിര വന്നു കഴിഞ്ഞിരിക്കുന്നു. ചേലക്കരയിലും തുടക്കത്തിൽ വലിയ നീണ്ട നിരയുണ്ടായിരുന്നു. പക്ഷേ പോളിംഗ് 3-3.5% കുറയുന്നതാണ് കണ്ടത്. പക്ഷേ പാലക്കാട് വലിയ ആവേശപൂർവ്വം വോട്ടർമാർ ഈ തെരഞ്ഞെടുപ്പിനെ സമീപിക്കുന്നു എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ പോളിംഗ് ശതമാനം കഴിഞ്ഞ തവണത്തെ 73% ഉയരാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പൊതുവെയുള്ള കണക്കുകൂട്ടൽ.